ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിലാണെങ്കിൽ സച്ചിയെ കൊടുക്കുന്നൊരു ഭാഗമുണ്ടല്ലോ, സച്ചി നാട്ടുകാരുടെയും വീട്ടുകാരുടെ ഇടയിൽ വില ഇല്ലാതാകുന്ന ഒരു ഭാഗമുണ്ട്. അതിനെക്കുറിച്ചായിട്ടാണ് പറയുന്നത്. അത് വേറൊന്നല്ല, നമ്മുടെ സുധിയുടെ കാറ് വാങ്ങി, സുധി ആഗ്രഹിച്ച ഒരു കാറ് സച്ചിയുടെ ഒരു മുതലാളി പോലത്തെ ഒരാൾ അയാൾ വാങ്ങിക്കുന്നുണ്ട്. അത് സച്ചിയുടെ ഒരു കസ്റ്റമറും കൂടിയിട്ടാണ്, ഒരു രാഷ്ട്രീയത്തിലൊക്കെ ഉള്ള ഒരു പിടിപാടുള്ള ഒരാളാണ്. അങ്ങനെ അയാളാണ് വാങ്ങിക്കുന്നത്. അങ്ങനെ ആ സമയത്ത് നമ്മുടെ സച്ചി ആണെങ്കിൽ നിൽക്കുമ്പോൾ അയാൾ വീണ്ടും വിളിക്കുകയാണ്. വീണ്ടും വിളിച്ചിട്ട് പറയുന്നുണ്ട്, സച്ചി നീ എവിടെയാന്ന് ചോദിക്കുമ്പോൾ, എന്താ സാർ എവിടേക്ക് ഓട്ടം പോകണ്ടേന്നൊക്കെ ചോദിക്കുമ്പോൾ, അവർ ഈ ഒരു കാറ് വാങ്ങിയൊരു സന്തോഷം ഉണ്ടല്ലോ, അത് അവർ ബാറിൽ പോയി ആ ഒരു ആഘോഷിക്കാൻ തന്നെയാണ് അവർ പോകുന്നത്. അങ്ങനെ 1-2 പേര് സച്ചിയുടെ കാറിൽ വന്ന് ഇറങ്ങുകയാണ് ബാറിൽ. അങ്ങനെ സച്ചിയെയും കൂടി ക്ഷണിക്കുന്നുണ്ട് അവിടേക്ക്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, വേണ്ട സാർ, ഞാൻ ഇങ്ങനെ ഓടിക്കുന്ന സമയത്തൊന്നും, വാഹനം ഓടിക്കുന്ന സമയത്ത് ഞാൻ മദ്യപിക്കാറൊന്നുമില്ല എന്ന് പറഞ്ഞ് അവനിങ്ങനെ ഒഴിഞ്ഞ് മാറാൻ നോക്കുന്നുണ്ട്. പക്ഷേ അയാൾ പറയുന്നുണ്ട്, നീ മദ്യപിച്ചില്ലേലും വേണ്ടിയില്ല, നീ വായു ഞങ്ങളെ കൂടെ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ബാറിലോട്ട് കൊണ്ടുപോവുകയാണ് സച്ചിയെ. അങ്ങനെ സച്ചിയും കൂടെ പോകുന്നുണ്ട്. അവർ 2 പേരാണെങ്കിൽ അവിടെ ഇരുന്ന് കുടിക്കുകയാണ്. അതേ സമയത്ത് അവിടെ അടുത്തൊരു കുറച്ചപ്പുറത്തായിട്ട് നമ്മുടെ ആന്റണിയും ടീമുണ്ടല്ലോ, ആന്റണിയും കൂട്ടുകാരും കൂടി അവരും കൂടി അവിടെ ഇരുന്ന് മദ്യപിക്കുന്നുണ്ടായിരുന്നു. അവരാണെങ്കിൽ ഇവരെ ഇങ്ങനെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മുടെ സച്ചിയെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ സച്ചി ആണെങ്കിൽ അവരെ കാണുന്നുമില്ല. അങ്ങനെ ആ സമയത്ത് ഇവർക്ക് വേണ്ട വെള്ളവും അതുപോലെ തന്നെ ഇവർക്ക് കുപ്പിയിൽ, അതായത് ഗ്ലാസ്സിൽ മദ്യം ഒഴിച്ചു കൊടുക്കുന്നത്, വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതും ഒക്കെ ഇവൻ തന്നെയാണ്, സച്ചിയാണ്. ഇവൻ സച്ചി ഒരു തുള്ളി പോലും കുടിക്കുന്നില്ല. പക്ഷേ അതെല്ലാം തന്നെ ആന്റണി തൻ്റെ ഫോണിൽ വീഡിയോ എടുക്കുകയാണ്. എല്ലാതും വീഡിയോ എടുക്കുന്നുണ്ട്. എന്നിട്ട് വളരെ മോശമായ രീതിയിൽ സച്ചിയെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതൊക്കെ എടുത്ത് അവരങ്ങനെ, സച്ചി ഇതൊന്നും അറിയുന്നില്ല, എല്ലാവരും അവിടെ നിന്ന് കുടിച്ച് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ആന്റണിയുടെ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇതൊക്കെ എടുത്തിട്ട് കാര്യമെന്ന് ചോദിക്കുമ്പോൾ, അവനെ ഞാൻ ശരിയാക്കി തരാം, ആ രേവതിക്ക് ഒരു കൊമ്പ് കൂടുതൽ, അവളുടെ കൊമ്പ് ഞാനൊന്ന് ഒടിച്ചു തരാമെന്നും പറഞ്ഞിട്ട് രേവതി നമ്മുടെ ആന്റണിയെ വന്ന് ദേഷ്യപ്പെട്ടിട്ടുണ്ടല്ലോ, ചീത്തൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു വീഡിയോ അപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ അവനങ്ങനെ അപ്ലോഡ് ചെയ്ത് വിടുകയാണ്. വേറൊന്നുമല്ല. എന്നിട്ട് പറയുന്നുണ്ട്, വാഹനം ഓടിക്കുന്ന സമയത്ത് പട്ടാപ്പകല് മദ്യപിച്ചിട്ടാണ് ഈ ഡ്രൈവർ വാഹനം ഓടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആരെങ്കിലും അധികാരികളുടെ കണ്ണിൽ പെടുകയാണെങ്കിൽ ഇയാളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ജീവന് കൊതിയുള്ള ആരും ഈ വാഹനത്തിൽ യാത്ര ചെയ്യരുത്, ഇവൻ ഇത്രയും കൊള്ളരുതാത്തൊരു മനുഷ്യനാണ് എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങോട്ട് പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അത് പെട്ടെന്ന് തന്നെ വൈറലായി എല്ലാവരുടെയും ഫോണിലൊക്കെ എത്തുന്നുണ്ട്. എല്ലാവരും ഇത് കാണുകയും ചെയ്യുകയാണ്. സച്ചി ഇതൊന്നും അറിയുന്നില്ല. അങ്ങനെ സച്ചിക്ക് അവരൊക്കെ കഴിഞ്ഞതിന് ശേഷം സച്ചിക്ക് ഒരു ഓട്ടോ ഒരു വഴിയിൽ വെച്ചിട്ട് 2 ലേഡിയെ കാണുകയാണ്. അപ്പോൾ അവരോട് പറയുന്നുണ്ട്, മേഡം വണ്ടിയിൽ കയറിക്കോ, ഞാൻ കൊണ്ടുവന്നാക്കാമെന്ന് പറയുമ്പോൾ, അയ്യോ, അപ്പോൾ ഇവർ ആ സമയത്ത് തൊട്ട് മുമ്പ് ആ ഫോണിൽ ആ വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ പറയുന്നത്, തൻ്റെ വണ്ടിയിലൊന്നും ഞങ്ങൾ വരില്ല എന്നും പറഞ്ഞ്, നടന്നു പോയാലും വേണ്ടില്ല, തൻ്റെ വണ്ടി വരില്ല എന്നും പറഞ്ഞ് അവരങ്ങനെ പോവുകയാണ്. സച്ചിക്ക് കാര്യം മനസ്സിലാവുന്നൊന്നുമില്ല. അങ്ങനെ വീണ്ടും സച്ചിക്ക് 1-2 കോളുകളൊക്കെ വരികയാണ്. അപ്പം സച്ചി ആണെങ്കിൽ ഒരു കോള് വന്നിട്ട് അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും അയാൾ വിളിക്കുമ്പോൾ പറയുന്നുണ്ട്, സാർ ഞാൻ 10 മിനിറ്റ് അപ്പത്തിന് ഇവിടെ എത്താമെന്ന് പറയുമ്പോൾ, വേണ്ട, തൻ്റെ ഓട്ടോം വേണ്ട, തൻ്റെ സർവീസ് ഒന്നും വേണ്ട, ഇനി വരെയും വേണ്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സച്ചിക്ക് യാതൊരു തരത്തിലുള്ള അന്നത്തെ ദിവസം ഓട്ടോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. സച്ചിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ സച്ചി റോഡിലൂടെ അങ്ങനെ പോവുകയാണ്, വണ്ടിയായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ പോലീസ് അവിടെ വെച്ച് പിടിക്കുകയാണ്. അങ്ങനെ പോലീസുകാർക്കും ഈ ഒരു ന്യൂസ് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയുടെ അച്ഛനുണ്ടല്ലോ, അയാളും ഇതിനിടയിൽ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. ശ്രുതിയുടെ അല്ല, നമ്മുടെ വർഷയുടെ അച്ഛൻ നല്ല രീതിയിൽ ഇതിൻ്റെ ഇടയിൽ നന്നായി കളിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാളും ഇതിൽ ഇടപെട്ടിട്ട് സച്ചി അറസ്റ്റ് ചെയ്യിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങൾ കണ്ട് സച്ചിയെ അറസ്റ്റ് ചെയ്ത് സച്ചിയെ പോലീസുകാർ അവിടെ നിന്നും കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പോലീസുകാർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. എന്തായാലും വണ്ടി പിടിച്ചെടുക്കുന്നുണ്ട്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതിയും ഇത് അറിഞ്ഞിട്ട് അതൊരു വലിയൊരു ഉത്സവം തന്നെയാക്കി മാറ്റുകയാണ്. അവര് നമ്മുടെ ശ്രുതി പാർക്കിൽ കിടന്നുറങ്ങിയിരുന്ന ഒരു സമയമൊക്കെ ഉണ്ടല്ലോ, അത് നമ്മുടെ സച്ചി TV-യിൽ ഇങ്ങനെ വലിയ സ്ക്രീനിലൊക്കെ കാണിച്ചിട്ടാണല്ലോ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. അവൻ അതെല്ലാവരെയും മനസ്സിലാക്കിച്ചത്. അതുപോലെ തന്നെ ശ്രുതിയും ഈ ഒരു വീഡിയോ ഫോണിലത്തെ വീഡിയോ നമ്മുടെ TV-യിൽ ഓണാക്കിയിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ്. സച്ചി മദ്യം കുടിക്കുന്നതല്ല, മദ്യം ഒഴിച്ചു കൊടുക്കുന്നതും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതും അതുപോലെ തന്നെ അവിടെ ഷോപ്പിൽ ആ ഒരു ബാറിലേക്ക് പോയിട്ടുള്ള വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ അച്ഛൻ രവീന്ദ്രൻ ആകെ തകർന്ന് തരിപ്പണമാവുകയാണ്.
ഇതേ സമയത്ത് രേവതി അവിടെ ഉണ്ടായിരിക്കില്ല, രേവതി തൻ്റെ വീട്ടിലായിരിക്കും. അപ്പോൾ രേവതിയുടെ അനിയനുണ്ടല്ലോ, അവൻ ഈ ഒരു കാഴ്ച, ഈ ഒരു ഫോണിൽ ഈ ഒരു വന്ന ന്യൂസ്, ഈ ഒരു ഇത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ രേവതിക്കും അത് സഹിക്കാൻ പറ്റുന്നില്ല. രേവതി അപ്പം തന്നെ അവിടെ നിന്നും പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും നെഞ്ചിൽ കല്ല്, എന്താ പറയുക, ഭയങ്കര വേദനയോട് കൂടി തന്നെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. ചന്ദ്രയ്ക്കും ശ്രുതിക്കും സുധിക്കും ഇതൊരു ആഘോഷമായി മാറുകയാണ്. അങ്ങനെ ആര് പറഞ്ഞിട്ടും, സച്ചി എന്തൊക്കെ പറഞ്ഞിട്ടും ആരൊന്നും വിശ്വസിക്കുന്നില്ല. പകരം നമ്മുടെ രവീന്ദ്രനോട് ഞാൻ കുടിച്ചിട്ടില്ല അച്ഛ എന്ന് പറയുന്ന രവീന്ദ്രൻ സച്ചിയുടെ മുഖത്ത് നോക്കി ഒന്നാ കൊടുക്കുന്നുണ്ട്. നീ കുടിച്ചതും പോരാ, കുടിച്ച് വണ്ടി ഓടിച്ചതും പോരാ, നീ പിന്നെ വന്ന് എന്നോട് നുണ പറയുന്നു എന്നും ചോദിച്ചിട്ട് അവൻ്റെ കരണക്കുറ്റി നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ട്. എന്തായാലും അത് വലിയൊരു സീനായി അവിടെ മാറുകയാണ്. സച്ചി ആരും മനസ്സിലാക്കുന്നില്ല. പക്ഷേ ഇതിൽ നിന്ന് കറക്റ്റ് അവനെ രക്ഷപ്പെടുത്തുന്നത് നമ്മുടെ രേവതി തന്നെയാണ്. രേവതി മുന്നിട്ടിറങ്ങിയിട്ടാണ് ഈ ഒരു ഇതിൻ്റെ പുറകിലുള്ള സത്യം എല്ലാവരെയും വെളിപ്പെടുത്തുന്നത്. അത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അടുത്ത റിവ്യൂവിൽ പറയാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ബൈ, താങ്ക്